9 മണിക്ക് കയറുന്ന കേസിന് വൈകുന്നേരം 4 മണി വരെ നീണ്ടു പോകാറുണ്ട്. തിയേറ്ററിൽ തന്നെ വെയിൻ റപ്ചറായി ബ്ലീഡിംഗ് ആയി ട്രോളിയിൽ SIT കൊണ്ടുപോയി. ഇപ്പൊ പലപ്പോഴും ഈ നഴ്സുമാരുടെ ആരോഗ്യത്തെ പറ്റി ആരും പറഞ്ഞു കേൾക്കാറില്ല. അവർ ജോലി ചിലപ്പോൾ മണിക്കൂറോളം നിന്നിട്ടുള്ള ജോലിയായിരിക്കാം, മെന്റലി അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ഉന്നമനത്തെ പറ്റി ആരും പറഞ്ഞു കേൾക്കാറില്ല. മാഡത്തിന് അങ്ങനെ തോന്നി ഇത്രയും നീണ്ട ഷെഡ്യൂളിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ? ഒരുപാട് നഴ്സസ് ഒരു 40-50 വയസ്സ് കഴിയുമ്പോൾ സിക്കാവുന്നുണ്ട്, മെന്റൽ സ്ട്രെസ് കൊണ്ട് സിക്കാകുന്നുണ്ട്. ശരിക്കും ഒരുപാട് പേര് രോഗികളാകുന്നു. അങ്ങനെ ഒരു സ്റ്റഡി നഴ്സസിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. നഴ്സസിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ് കൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി എന്താകുന്നുള്ള ഒരു സ്റ്റഡി വരേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ അതിൽ എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ 90കളിൽ 95 to 2000 മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി തിയേറ്ററിലാണ് വർക്ക് ചെയ്തിരുന്നത്. മാർത്താണ്ഡപിള്ള സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം അവിടെ സാറിൻ്റെ രീതികൾ, സാറിൻ്റെ കേസ് ചെയ്യാനുള്ള രീതികളെല്ലാം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചു. അപ്പം സാറ് കേസ് ചെയ്യുന്ന സമയത്ത് അസിസ്റ്റൻ്റായിട്ട് ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. സ്ഥിരം സ്റ്റാഫ് നഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ന്യൂറോ സർജറി ലോങ് പ്രൊസീജിയറാണ്. ലോങ് ടൈം നിന്നാണ്. ഇപ്പോൾ 4-5 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും 9 മണിക്ക് കയറുന്ന കേസിന് വൈകുന്നേരം 4 മണി വരെ നീണ്ടു പോകാറുണ്ട്. നേരെ നിൽക്കേണ്ടി വരും. സ്റ്റാൻഡിൻ്റെ സ്റ്റെപ്പ് ഇട്ട് മുകളിൽ കയറിയാണ് നിൽക്കുന്നത്. മൈക്രോസ്കോപ്പിലൂടെ ബ്രെയിൻ സർജറി ചെയ്യുന്നതാണ്. ആ സമയത്ത് സാറിൻ്റെ അസിസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ മാർത്താണ്ഡപിള്ള സാർ നിൽക്കുന്ന സമയത്ത് ഞാൻ തന്നെ നിൽക്കണം. വേറെ ഒരാൾ വരുമ്പോൾ സാറിൻ്റെ രീതികൾ അറിയില്ലല്ലോ, ശരിക്കും കൃത്യമായിട്ട് അറിയണമെന്നില്ല. അതുകൊണ്ട് സാറ് ക്രൂഷ്യൽ ടൈമിൽ സാറ് എപ്പം തിയേറ്ററിൽ നിന്ന് കേസ് ടേബിളിൽ നിന്ന് മാറുന്നോ അപ്പോഴേ എനിക്ക് മാറാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഷിഫ്റ്റിന് 2 മണിക്ക് ഡ്യൂട്ടിക്ക് ഹാൻഡ് ഓവർ ചേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാഫ് വന്ന് നിന്നാൽ കൂടെയും സാറ് ഇരിക്കുമ്പോഴത്തേക്ക് വേറെ ആരും വരില്ല, ഞാൻ തന്നെ നിൽക്കണം. അങ്ങനെ ലോങ് പ്രൊസീജിയർ നിന്നിട്ട് ഞാൻ ഫിസിക്കലി സിക്കായി. 2ാമത്തെ പ്രഗ്നൻസി ആ സമയത്തായിരുന്നു എൻ്റെ. അപ്പം ലോങ് ടേം നിന്നിട്ട് എനിക്ക് വെരിക്കോസ് വെയിൻ വന്ന് വൾവൽ വെരിക്കോസ് വെയിൻ റപ്ചറായി. 2 തവണ APH ആൻറ്റിപാർട്ടം ഹെമറേജ് ഉണ്ടായി. തിയേറ്ററിൽ തന്നെ വെയിൻ റപ്ചറായി ബ്ലീഡിംഗ് ആയി ട്രോളിയിൽ SIT കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ നിന്ന് SIT കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലങ്ങൾ വന്ന് ഇലക്റ്റീവ് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പലതരം ഫിസിക്കൽ പ്രശ്നങ്ങൾ നഴ്സസിന് ജോലിയുടെ ഭാഗമായിട്ടുണ്ടാകും. അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നിട്ട് രോഗികളെ നോക്കിയിട്ട് പല രോഗങ്ങളും പിടിക്കുന്ന സിസ്റ്റർമാരുണ്ട്. അസുഖങ്ങൾ നമുക്ക് തന്നെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണല്ലോ, അറ്റ്മോസ്ഫിയറിലാണല്ലോ കഴിയുന്നത്. അങ്ങനെ ഫിസിക്കലി ബുദ്ധിമുട്ട് ഒരുപാട് പേർക്കുണ്ടാകുന്നുണ്ട്.